ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അതിനോം PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ജൂലൈ മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് വൺ, 2025 പി കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഡോക്ടർ ശശി തരൂർ. 2025 പി കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഡോക്ടർ ശശി തരൂർ. അദ്ദേഹത്തിൻ്റെ വൈ ഐ ആം ഹിന്ദു, ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് എന്നീ 2 കൃതികൾക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഡോക്ടർ ശശി തരൂരിൻ്റെ ഏതൊക്കെ കൃതികൾക്കാണ് പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത്? വൈ ഐ ആം ഹിന്ദു, ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് ഓർത്തുവെക്കുക. 50,000 രൂപയും BD ദത്തൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓക്കെ, 2025 പി കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ ശശി തരൂരാണ്. അദ്ദേഹത്തിൻ്റെ വൈ ഐ ആം ഹിന്ദു, ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് എന്നീ കൃതികൾക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർക്കുക. നെക്സ്റ്റ്, ഡോക്ടർ സുകുമാർ അഴീക്കോട് അവാർഡിന് അർഹനായ പ്രമുഖ ന്യൂറോളജിസ്റ്റും എഴുത്തുകാരനുമായ വ്യക്തി ആരാണ്? ഡോക്ടർ ഷാജി പ്രഭാകർ. ഡോക്ടർ സുകുമാർ അഴീക്കോട് അവാർഡിന് അർഹനായ പ്രമുഖ ന്യൂറോളജിസ്റ്റും എഴുത്തുകാരനുമായ വ്യക്തിയാണ് ഡോക്ടർ ഷാജി പ്രഭാകർ. ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സാംസ്കാരിക രംഗത്തും അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർക്കുക. ഓക്കെ, 50,000 രൂപയും ശില്പവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം. ഡോക്ടർ സുകുമാർ അഴീക്കോട് അവാർഡിന് അർഹനായ പ്രമുഖ ന്യൂറോളജിസ്റ്റും എഴുത്തുകാരനുമായ വ്യക്തി ആരാണ്? ഡോക്ടർ ഷാജി പ്രഭാകർ. നെക്സ്റ്റ്, യോഗ പോളിസി നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ആൻസർ ഉത്തരാഖണ്ഡ്. യോഗ പോളിസി നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചാണ് ഈ ഒരു പ്രഖ്യാപനം നടന്നത്. യോഗയുടെയും ആയുർവേദത്തിൻ്റെയും ആഗോള കേന്ദ്രമായി സംസ്ഥാനത്തെ മാറ്റാനും അതുവഴി വെൽനസ് ടൂറിസം പ്രോത്സാഹിപ്പിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമാണ് ഈ ഒരു പോളിസി ലക്ഷ്യമിടുന്നത് എന്ന് ഓർക്കുക. അപ്പോൾ യോഗ പോളിസി നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. നെക്സ്റ്റ്, വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കുന്ന ആദ്യ ഗൾഫ് രാജ്യം ഏതാണ്? ഒമാനാണ്. വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കുന്ന ആദ്യ ഗൾഫ് രാജ്യമാണ് ഒമാൻ. 2028 രാജ്യത്തെ അതിസമ്പന്നരായ വ്യക്തികളിൽ നിന്ന് ആദായ നികുതി സമാഹരിക്കാനാണ് രാജ്യത്തിൻ്റെ തീരുമാനം. ഓക്കെ, 42,000 റിയാൽ വാർഷിക വരുമാനമുള്ള വ്യക്തികളിൽ നിന്നാണ് 5% ആദായ നികുതി ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ വ്യക്തികളെ ഈ ഒരു തീരുമാനം ബാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കുന്ന ആദ്യ ഗൾഫ് രാജ്യം ഏതാണ്? ഒമാനാണ്. നെക്സ്റ്റ്, ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിൻ്റെ ആദ്യ അസംബ്ലിക്ക് വേദിയാകുന്നത് എവിടെയാണ്? ന്യൂഡൽഹി. ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിൻ്റെ ആദ്യ അസംബ്ലിക്ക് വേദിയാകുന്നത് ന്യൂഡൽഹിയാണ്. എന്താണ് ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്? ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന സംഘടനയാണ് ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിൻ്റെ ആദ്യ അസംബ്ലിക്ക് വേദിയാകുന്നത് ന്യൂഡൽഹിയാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ 1ാം സ്ഥാനം നേടിയത് സ്വീഡനാണ്. ഓക്കെ, ഓർത്തുവയ്ക്കുക. വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ 1ാം സ്ഥാനം നേടിയത് സ്വീഡൻ. അതോടൊപ്പം ഇന്ത്യയുടെ സ്ഥാനം ഓർത്തുവയ്ക്കുക, 71. വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ 1ാം സ്ഥാനം നേടിയത് സ്വീഡൻ. ഇന്ത്യയുടെ സ്ഥാനം 71. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക് ഗവേഷണ കേന്ദ്രമായ സോഹോ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊട്ടാരക്കരയിലെ നെടുവത്തൂരാണെന്ന് ഓർത്തുവയ്ക്കുക. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക് ഗവേഷണ കേന്ദ്രമായ സോഹോ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലെ നെടുവത്തൂരിലാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങുന്ന മലയാളി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മൈഗ്രേഷൻ സ്റ്റുഡൻസ് പോർട്ടൽ ആരംഭിച്ചത് കേരള സർക്കാരിൻ്റെ വകുപ്പായ പ്രവാസി കേരളീയ കാര്യവകുപ്പ് അല്ലെങ്കിൽ നോർക്കയാണെന്ന് ഓർത്തുവയ്ക്കുക. ഓക്കെ, വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങുന്ന മലയാളി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മൈഗ്രേഷൻ സ്റ്റുഡൻസ് പോർട്ടൽ ആരംഭിച്ചത് നോർക്ക അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ ഒരു വകുപ്പായ പ്രവാസി കേരളീയ കാര്യ വകുപ്പാണെന്ന് ഓർത്തുവയ്ക്കുക.
നെക്സ്റ്റ്, അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയൻ്റെ ഉൽക്കാപഠന നേതൃസമിതിയിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അശ്വിൻ ശേഖർ. അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയൻ്റെ ഉൽക്കാപഠന നേതൃസമിതിയിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് അശ്വിൻ ശേഖർ. നെക്സ്റ്റ്, കുട്ടികളുടെയും യുവാക്കളുടെയും ചരിത്രം സംബന്ധിച്ച 2024 മികച്ച ഇംഗ്ലീഷ് പുസ്തകത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരമായ ഗ്രേസ് ആബറ്റ് ബുക്ക് പ്രൈസിന് അർഹയായത് ആരാണ്? ഡോക്ടർ ദിവ്യ കണ്ണൻ. ഡോക്ടർ ദിവ്യ കണ്ണൻ കുട്ടികളുടെയും യുവാക്കളുടെയും ചരിത്രം സംബന്ധിച്ച 2024 മികച്ച ഇംഗ്ലീഷ് പുസ്തകത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരമായ ഗ്രേസ് ആബറ്റ് ബുക്ക് പ്രൈസിന് അർഹയായത് ഡോക്ടർ ദിവ്യ കണ്ണനാണ്. അവരുടെ കണ്ടസ്റ്റഡ് ചൈൽഡ് ഫുഡ്സ് കാസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ കൊളോണിയൽ കേരള എന്ന കൃതിക്കാണ് പുരസ്കാരം. ഓക്കെ, ഓർത്തുവെക്കുക. കുട്ടികളുടെയും യുവാക്കളുടെയും ചരിത്രം സംബന്ധിച്ച 2024 മികച്ച ഇംഗ്ലീഷ് പുസ്തകത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരമായ ഗ്രേസ് ആബറ്റ് ബുക്ക് പ്രൈസിന് അർഹയായത് ഡോക്ടർ ദിവ്യ കണ്ണനാണ്. അവരുടെ കണ്ടസ്റ്റഡ് ചൈൽഡ് ഫുഡ്സ് കാസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ കൊളോണിയൽ കേരള എന്ന കൃതിക്കാണ് പുരസ്കാരം. നെക്സ്റ്റ്, AI നിർമ്മിത ഡീപ് ഫേക്ക് ദൃശ്യങ്ങളും ശബ്ദങ്ങളും പ്രചരിക്കുന്നത് തടയാൻ സ്വന്തം ശരീരത്തിനും മുഖത്തിനും ശബ്ദത്തിനും വ്യക്തികൾക്ക് പകർപ്പവകാശം നൽകാൻ നിയമം കൊണ്ടുവരുന്ന ആദ്യ രാജ്യം ഏതാണ്? ഡെൻമാർക്ക്. ഓർത്തുവയ്ക്കുക. AI നിർമ്മിത ഡീപ് ഫേക്ക് ദൃശ്യങ്ങളും ശബ്ദങ്ങളും പ്രചരിക്കുന്നത് തടയാൻ സ്വന്തം ശരീരത്തിനും മുഖത്തിനും ശബ്ദത്തിനും വ്യക്തികൾക്ക് പകർപ്പവകാശം നൽകാൻ നിയമം കൊണ്ടുവരുന്ന ആദ്യ രാജ്യമാണ് ഡെൻമാർക്ക്. നെക്സ്റ്റ്, ഇക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ 2025 ഗ്ലോബൽ ലിവലബിലിറ്റി ഇൻഡെക്സിൽ ഒന്നാമതെത്തിയത് കോപ്പൻഹേഗൻ. ഓക്കെ, ഓർത്തുവയ്ക്കുക. ഡെൻമാർക്കിലെ കോപ്പൻഹേഗനാണ് ഇക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ 2025 ഗ്ലോബൽ ലിവലബിലിറ്റി ഇൻഡെക്സിൽ ഒന്നാമതെത്തിയതെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, മാലിന്യം നീക്കാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈസൈക്കിളിൻ്റെ പേര് എന്താണ്? ഹരിതവാഹിനി. ഓർത്തുവയ്ക്കുക. മാലിന്യം നീക്കാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈസൈക്കിളിൻ്റെ പേരാണ് ഹരിതവാഹിനി. നെക്സ്റ്റ്, സംസ്ഥാനത്തെ ആദ്യ അതിദരിദ്രരില്ലാത്ത ജില്ല ഏതാണ്? കോട്ടയം. ഓക്കെ, ഓർത്തുവയ്ക്കുക. സംസ്ഥാനത്തെ ആദ്യ അതിദരിദ്രരില്ലാത്ത ജില്ലയാണ് കോട്ടയം. 2025 നവംബർ 1 സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമാക്കുക എന്ന സർക്കാർ ലക്ഷ്യത്തിൻ്റെ ഭാഗമായാണ് കോട്ടയം ഈ ഒരു നേട്ടം കൈവരിക്കുന്നത്. മന്ത്രി MP രാജേഷാണ് കോട്ടയത്തെ അതിദാരിദ്ര്യമില്ലാത്ത ആദ്യ ജില്ലയായി പ്രഖ്യാപിച്ചത് എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ അതിദരിദ്രരില്ലാത്ത ജില്ല ഏതാണ്? കോട്ടയം ജില്ലയാണെന്ന് ഓർക്കുക. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഡേറ്റാ സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ ഷാഹിബാബാദിലാണെന്ന് ഓർത്തുവയ്ക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഡേറ്റാ സെൻറ്റർ നിലവിൽ വരുന്നത് ഉത്തർപ്രദേശിലെ ഷാഹിബാബാദിലാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? തെലങ്കാനയിലെ നിസാമാബാദിലാണ്. ഓക്കെ, ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് തെലങ്കാനയിലെ നിസാമാബാദിലാണ്. നെക്സ്റ്റ്, ന്യൂയോർക്ക് ടൈംസിൻ്റെ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ബോങ് ജൂൺ ഹോ സംവിധാനം ചെയ്ത പാരാസൈറ്റ് എന്ന ദക്ഷിണ കൊറിയൻ ചിത്രമാണ്. ഓക്കെ, ഓർത്തുവയ്ക്കുക. ന്യൂയോർക്ക് ടൈംസിൻ്റെ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാരാസൈറ്റ് എന്ന ദക്ഷിണ കൊറിയൻ ചലച്ചിത്രമാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് ബോങ് ജൂൺ ഹോ എന്ന വ്യക്തിയാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടത്തിന് അർഹനായത് ആരാണ്? ഇറ്റലി താരമായ യാനിക് സിന്നറാണ്. ഓക്കെ, വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടത്തിന് അർഹനായത് ഇറ്റാലിയൻ താരമായ യാനിക് സിന്നറാണെന്ന് ഓർത്തുവെക്കുക. ഫൈനലിൽ സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരസിനെയാണ് യാനിക് സിന്നർ പരാജയപ്പെടുത്തിയത് എന്നുകൂടി ഓർത്തുവെക്കുക. ഓക്കെ, നെക്സ്റ്റ്, വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടത്തിന് അർഹയായത് ആൻസർ ഇഗ സ്വിയാടെക്. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടത്തിന് അർഹയായത് ഇഗ സ്വിയാടെക്. ഫൈനലിൽ അമേരിക്കയുടെ അമാൻഡ അനിസിമോവയെയാണ് പരാജയപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടത്തിന് അർഹനായത് യാനിക് സിന്നറാണ്, ഇറ്റാലിയൻ താരമാണ്. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടത്തിന് അർഹയായത് ഇഗ സ്വിയാടെക് ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഇന്ത്യയിലെ അതിവേഗ ഓട്ടക്കാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അനിമേഷ് കുജൂർ. ഇന്ത്യയിലെ അതിവേഗ ഓട്ടക്കാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അനിമേഷ് കുജൂർ.
ഗ്രീസിൽ നടന്ന ഡ്രോമിയ ഇൻ്റർനാഷണൽ സ്പ്രിൻ്റ് ആൻഡ് റിലേസ് മീറ്റിംഗിൽ 100 മീറ്റർ ഓടിയാണ് അനിമേഷ് കുജൂർ ഈ ഒരു നേട്ടം കൈവരിച്ചത്. 100 മീറ്റർ 10.18 സെക്കൻഡ് കൊണ്ട് ഓടിയാണ് അദ്ദേഹം ഈ ഒരു നേട്ടം കൈവരിച്ചത് എന്നുകൂടി ഓർത്തുവെക്കുക. അപ്പോൾ ഇന്ത്യയിലെ അതിവേഗ ഓട്ടക്കാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അനിമേഷ് കുജൂറാണ്. 100 മീറ്റർ 10.18 സെക്കൻഡ് കൊണ്ട് ഓടിക്കൊണ്ടാണ് ഈ ഒരു നേട്ടം അനിമേഷ് കുജൂർ നേടിയത് എന്ന് ഓർക്കുക. നെക്സ്റ്റ്, ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ CEO ആയി നിയമിതനായത് ആരാണ്? സഞ്ജോഗ് ഗുപ്ത. ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ CEO ആയി നിയമിതനായത് സഞ്ജോഗ് ഗുപ്ത. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ ആനന്ദ് എന്ന സ്ഥലത്താണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് ഗുജറാത്തിലെ ആനന്ദിലാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, പാമ്പുകടി മൂലം ഉണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളുകളിൽ വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി സർപ്പപാഠം. പാമ്പുകടി മൂലം ഉണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളുകളിൽ വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സർപ്പപാഠം. നെക്സ്റ്റ്, സെൻസസ് കമ്മീഷണറേറ്റിൻ്റെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് 2022 പ്രകാരം 2018-2022 കാലയളവിൽ രാജ്യത്ത് ശരാശരി ആയുർദൈർഘ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓക്കെ, ഓർത്തുവെക്കുക. സെൻസസ് കമ്മീഷണറേറ്റിൻ്റെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് 2022 പ്രകാരം 2018-2022 കാലയളവിൽ രാജ്യത്ത് ശരാശരി ആയുർദൈർഘ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. നെക്സ്റ്റ്, നീതി ആയോഗിൻ്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഇൻഡെക്സ് 2023-24 ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. കേരളം 4ാം സ്ഥാനത്താണെന്ന് ഓർത്തുവെക്കുക. നീതി ആയോഗിൻ്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഇൻഡെക്സ് 2023-24 ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. കേരളത്തിൻ്റെ സ്ഥാനം 4ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സഹായിക്കുന്ന AI സംവിധാനം ഏതാണ്? ശുചിത്വ ഐ. ഓക്കെ, ശുചിത്വ ഐ. തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സഹായിക്കുന്ന AI സംവിധാനമാണ് ശുചിത്വ ഐ. നെക്സ്റ്റ്, 24ാമത്തെ അന്താരാഷ്ട്ര മാനസികാരോഗ്യ സമ്മേളനത്തിന് വേദിയായത് ആൻസർ തായ്ലൻഡ്. ഓക്കെ, ഓർത്തുവെക്കുക. 24ാമത്തെ അന്താരാഷ്ട്ര മാനസികാരോഗ്യ സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? തായ്ലൻഡിലാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, അടുത്തിടെ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പലാണ് INS തമാൽ. അടുത്തിടെ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പലാണ് INS തമാൽ. നെക്സ്റ്റ്, കരളിലെ ക്യാൻസർ കണ്ടെത്താൻ സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു. ഓക്കെ, ഓർത്തുവെക്കുക. കരളിലെ ക്യാൻസർ കണ്ടെത്താൻ സഹായിക്കുന്ന പുതിയ ഒരു സംവിധാനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു കണ്ടെത്തി. എന്താണത്? പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം. ഓക്കെ, ഓർത്തുവെക്കുക. അപ്പോൾ കരളിലെ ക്യാൻസർ കണ്ടെത്താൻ സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, രാജ്യത്തെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് 2 ദേശീയോദ്യാനങ്ങളുണ്ട്. ഒന്ന് ഇരവികുളം ദേശീയോദ്യാനം. ഓക്കെ, ഓർത്തുവെക്കുക. മറ്റൊന്ന് ജമ്മു കാശ്മീരിലെ ഡച്ചികം ദേശീയോദ്യാനം. ഓക്കെ, അപ്പോൾ രാജ്യത്തെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇരവികുളം ദേശീയോദ്യാനവും ഡച്ചികം ദേശീയോദ്യാനവുമാണെന്ന് ഓർത്തുവെക്കുക. കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം 2020 മുതൽ 2025 വരെ സംരക്ഷിത വനമേഖലകളിൽ നടത്തിയ മാനേജ്മെൻറ്റ് എഫക്റ്റീവ് ഇവാലുവേഷൻ റിപ്പോർട്ട് പ്രകാരമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി ഇരവികുളം ദേശീയോദ്യാനവും അതുപോലെ ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന ഡച്ചികം ദേശീയോദ്യാനവും തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ഓർത്തുവെക്കുക. ഓക്കെ, ഇരവികുളം ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതുകൂടി ഒന്ന് ഓർത്തുവെക്കുക. അപ്പോൾ രാജ്യത്തെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇരവികുളം ദേശീയോദ്യാനവും ജമ്മു കാശ്മീരിലെ ഡച്ചികം ദേശീയോദ്യാനവുമാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, നാവികസേനയിലെ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ആദ്യ വനിത ആരാണ്? ലെഫ്റ്റനൻറ്റ് ആസ്ത പുനിയ. ഓക്കെ, ലെഫ്റ്റനൻറ്റ് ആസ്ത പുനിയയാണ് നാവികസേനയിലെ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ആദ്യ വനിത. നെക്സ്റ്റ്, ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്?
റെയിൽ വൺ. ഓക്കെ, ഓർത്തു വെക്കുക. ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് റെയിൽ വൺ. നെക്സ്റ്റ്, ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലും, അതായത് ടെസ്റ്റ്, ഏകദിനം, T20 എന്നീ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരാണ്? സ്മൃതി മന്ദാന. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലും, അതായത് ടെസ്റ്റ്, ഏകദിനം, T20 എന്നീ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് സ്മൃതി മന്ദാന. ഓക്കെ, ആദ്യ ഇന്ത്യൻ വനിതാ താരവും അതുപോലെ 6ാമത്തെ വ്യക്തിയുമാണ് സ്മൃതി മന്ദാന. അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. അപ്പോൾ സ്മൃതി മന്ദാനയ്ക്ക് തൊട്ട് മുൻപ് ക്രിക്കറ്റിൻ്റെ ഈ ഒരു 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടിയ വ്യക്തികൾ ആരൊക്കെയാണ്? രോഹിത് ശർമ്മ, KL രാഹുൽ, വിരാട് കോഹ്ലി, സുരേഷ് റെയ്ന, ശുഭ്മാൻ ഗിൽ എന്നിവരാണ്. ഓക്കെ, ഓർത്തു വെക്കുക. അപ്പോൾ 6ാമതായി സ്മൃതി മന്ദാനയാണ് ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലുമായി സെഞ്ചുറി നേടുന്നത്. മാത്രമല്ല ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ്. ഓക്കെ, ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ് സ്മൃതി മന്ദാന. നെക്സ്റ്റ്, പുരുഷ ജാവലിൻ ത്രോയിൽ ലോക 1-ാം നമ്പർ സ്ഥാനം നേടിയത് നീരജ് ചോപ്ര. ഓക്കെ, ഓർത്തു വെക്കുക. പുരുഷ ജാവലിൻ ത്രോയിൽ ലോക 1-ാം നമ്പർ സ്ഥാനം നേടിയത് നീരജ് ചോപ്രയാണെന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, 2026 ജനുവരിയിൽ നടക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി എവിടെയാണ്? തൃശ്ശൂരാണ്. ഓക്കെ, 2026 ജനുവരിയിൽ നടക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി തൃശ്ശൂർ. നെക്സ്റ്റ്, 2026 നടക്കുന്ന സംസ്ഥാന ശാസ്ത്രോത്സവത്തിൻ്റെ വേദി എവിടെയാണ്? പാലക്കാടാണ്. 2026 നടക്കുന്ന സംസ്ഥാന ശാസ്ത്രോത്സവത്തിൻ്റെ വേദി പാലക്കാട്. നെക്സ്റ്റ്, 2026 ജനുവരിയിൽ നടക്കുന്ന സംസ്ഥാന കായികമേളയുടെ അല്ലെങ്കിൽ സ്കൂൾ ഒളിമ്പിക്സിൻ്റെ വേദി എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഓക്കെ, ഒളിമ്പിക്സ് മാതൃകയിലാണ് സംസ്ഥാന സ്കൂൾ കായികമേള നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സ്കൂൾ ഒളിമ്പിക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതോടൊപ്പം ഓർത്ത് വെക്കേണ്ട മറ്റൊരു പോയിന്റ്, ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തുന്ന കേരള സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സഞ്ജു സാംസൺ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് കൂടി ഓർത്ത് വെക്കുക. 2026 ജനുവരിയിൽ നടക്കുന്ന സംസ്ഥാന കായികമേളയുടെ അല്ലെങ്കിൽ സ്കൂൾ ഒളിമ്പിക്സിൻ്റെ വേദി എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്. ഈ ഒരു സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സഞ്ജു സാംസൺ ആണ്. ഓക്കെ, അപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി തൃശ്ശൂരാണ്. ശാസ്ത്രോത്സവത്തിൻ്റെ വേദി എവിടെയാണ്? പാലക്കാടാണ്. സംസ്ഥാന കായികമേള അല്ലെങ്കിൽ സ്കൂൾ ഒളിമ്പിക്സിൻ്റെ വേദി തിരുവനന്തപുരത്താണെന്നും ഓർത്തു വെക്കുക, മാറിപ്പോവരുത്. നെക്സ്റ്റ്, നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ AI ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തെ ആദ്യത്തെ ഫുട്ബോൾ മത്സരം നടന്നത് എവിടെയാണ്? ചൈനയിലാണ്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തെ ആദ്യത്തെ ഫുട്ബോൾ മത്സരം നടന്നത് ചൈനയിലാണെന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ്, അണ്ടർ 21 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? ഇംഗ്ലണ്ട്. അണ്ടർ 21 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഇംഗ്ലണ്ടാണ്. ഫൈനലിൽ ജർമ്മനിയെയാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത് എന്നുകൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, അണ്ടർ 21 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഇംഗ്ലണ്ടാണ്. ഫൈനലിൽ ജർമ്മനിയെയാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത് എന്നുകൂടി ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, ക്രൊയേഷ്യയിൽ നടന്ന ഗ്രാൻഡ് പ്രീ ചെസ് ടൂറിലെ റാപ്പിഡ് വിഭാഗത്തിൽ കിരീടം നേടിയത് ആരാണ്? ഡി ഗുഗേഷ്. ഓക്കെ, ക്രൊയേഷ്യയിൽ നടന്ന ഗ്രാൻഡ് പ്രീ ചെസ് ടൂറിലെ റാപ്പിഡ് വിഭാഗത്തിൽ കിരീടം നേടിയത് ഡി ഗുഗേഷ് ആണെന്ന് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരാണ്? ശുഭ്മാൻ ഗിൽ. ഓക്കെ, ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗിൽ. നെക്സ്റ്റ്, ഇന്ത്യക്കായി ഒരു ടെസ്റ്റിൽ ഏറ്റവും അധികം റൺസ് എടുത്ത, അതായത് 430 റൺസ് എടുത്ത ആദ്യ താരം ആരാണ്? ശുഭ്മാൻ ഗിൽ. ഓക്കെ, ഓർത്ത് വയ്ക്കുക. ഇന്ത്യക്കായി ഒരു ടെസ്റ്റിൽ ഏറ്റവും അധികം റൺസ് എടുത്ത ആദ്യ താരമാണ് ശുഭ്മാൻ ഗിൽ. എത്ര റൺസാണ് അദ്ദേഹം എടുത്തത്? 430 റൺസാണ് അദ്ദേഹം എടുത്തത് എന്നുകൂടി ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, അണ്ടർ 19 യൂത്ത് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയ താരം ആരാണ്? വൈഭവ് സൂര്യവംശി. ഓക്കെ, അണ്ടർ 19 യൂത്ത് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയ താരമാണ് വൈഭവ് സൂര്യവംശി.
നെക്സ്റ്റ്, യാത്രക്കാരെ വഹിച്ച് പറന്ന ലോകത്തെ ആദ്യ വൈദ്യുത വിമാനം ഏതാണ്? ബീറ്റ ടെക്നോളജീസ് എന്ന കമ്പനിയുടെ അലിയ CX-300 എന്ന വിമാനമാണ്. ഓക്കെ, യാത്രക്കാരെ വഹിച്ച് പറന്ന ലോകത്തെ ആദ്യ വൈദ്യുത വിമാനമാണ് ബീറ്റ ടെക്നോളജീസിൻ്റെ അലിയ CX-300. നെക്സ്റ്റ്, സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് മേധാവി അല്ലെങ്കിൽ DGP ആരാണ്? റവാഡ എ ചന്ദ്രശേഖരൻ. ഓക്കെ, സംസ്ഥാനത്തിൻ്റെ പുതിയ DGP ആണ് റവാഡ എ ചന്ദ്രശേഖർ. ഓക്കെ, ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗമായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ അതായത് റോയുടെ പുതിയ മേധാവി ആരാണ്? പരാഗ് ജെയിൻ. ഓക്കെ, ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗമായ റോയുടെ അതായത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ പുതിയ മേധാവിയാണ് പരാഗ് ജെയിൻ എന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? റിയോ ഡി ജനീറോ. ഓക്കെ, ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ് 2025 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി. അപ്പോൾ 2024 വേദി എവിടെയായിരുന്നു? റഷ്യയിലെ കസാൻ ആയിരുന്നു. ഓക്കെ, ഓർത്ത് വയ്ക്കുക. 2025 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ്. ഇനി 2024 വേദി എവിടെയായിരുന്നു? റഷ്യയിലെ കസാൻ ആയിരുന്നു എന്നുകൂടി ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ്, 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? നെതർലാൻഡിലെ ഹേഗിലാണ്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി നെതർലാൻഡിലെ ഹേഗ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ്, 2026 AI ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഇന്ത്യയാണ്. ഓക്കെ, 2026 AI ഉച്ചകോടിയുടെ വേദി ഇന്ത്യയാണ്. നെക്സ്റ്റ്, JC ഡാനിയേൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരങ്ങൾ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഫെമിനിച്ചി ഫാത്തിമ. മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഫെമിനിച്ചി ഫാത്തിമ. നെക്സ്റ്റ്, മികച്ച സംവിധായകൻ ആരാണ്? ചിദംബരം. മികച്ച സംവിധായകൻ ചിദംബരം. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തതിനാണ് ചിദംബരത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, ഓർത്തു വെക്കുക. നെക്സ്റ്റ്, മികച്ച നടൻ ആരാണ്? ആസിഫ് അലിയാണ്. കിഷ്കിന്ദ കാണ്ഡം, ലെവൽ ക്രോസ് എന്നീ ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചതിനാണ് ആസിഫ് അലിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർക്കുക. നെക്സ്റ്റ്, മികച്ച നടി ആരാണ്? ചിന്നു ചാന്ദിനി. മികച്ച നടി ചിന്നു ചാന്ദിനി. വിശേഷം എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതിനാണ് ചിന്നു ചാന്ദിനിക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അപ്പോൾ JC ഡാനിയേൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സംവിധായകൻ ചിദംബരം. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തതിനാണ് ചിദംബരത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. നെക്സ്റ്റ്, മികച്ച നടൻ ആസിഫ് അലി. കിഷ്കിന്ദ കാണ്ഡം, ലെവൽ ക്രോസ് എന്നീ ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചതിനാണ് ആസിഫ് അലിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. നെക്സ്റ്റ്, മികച്ച നടി ആരാണ്? ചിന്നു ചാന്ദിനിയാണ്. വിശേഷം എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതിനാണ് ചിന്നു ചാന്ദിനിക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ മാനേജിംഗ് ഡയറക്ടറും CEO നിയമിതയായ മലയാളി ആരാണ്? പ്രിയ നായർ. ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ മാനേജിംഗ് ഡയറക്ടറും CEO നിയമിതയായ മലയാളിയാണ് പ്രിയ നായർ. നെക്സ്റ്റ്, പുതിയ ഗോവ ഗവർണർ ആരാണ്? പുസാപതി അശോക് ഗജപതി. ഓക്കെ, പുതിയ ഗോവ ഗവർണറാണ് പുസാപതി അശോക് ഗജപതി. നെക്സ്റ്റ്, പുതിയ ഹരിയാന ഗവർണർ ആരാണ്? അഷിം കുമാർ ഘോഷ്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. പുതിയ ഹരിയാന ഗവർണറാണ് അഷിം കുമാർ ഘോഷ്. നെക്സ്റ്റ്, ലഡാക്കിൻ്റെ പുതിയ ലഫ്റ്റനൻറ്റ് ഗവർണർ ആരാണ്? കവിന്ദർ ഗുപ്ത. ലഡാക്കിൻ്റെ പുതിയ ലഫ്റ്റനൻറ്റ് ഗവർണറാണ് കവിന്ദർ ഗുപ്ത. നെക്സ്റ്റ്, ഒറ്റയ്ക്കായ വയോധികർക്ക് സാന്ത്വനമേകാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? സല്ലാപം. ഓക്കെ, ഒറ്റയ്ക്കായ വയോധികർക്ക് സാന്ത്വനമേകാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സല്ലാപം. വയോജനങ്ങൾക്ക് പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുക, യുവാക്കളുമായുള്ള ബന്ധം ദൃഢപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾക്കായി ഫോൺ എ ഫ്രണ്ട് മാതൃകയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഓക്കെ, അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. ഒറ്റയ്ക്കായ വയോധികർക്ക് സാന്ത്വനമേകാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? സല്ലാപം പദ്ധതിയാണ്. വയോജനങ്ങൾക്ക് പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തിനായി ഫോൺ എ ഫ്രണ്ട് മാതൃകയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എന്നുകൂടി ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2025 ഭരത് ഗോപി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ചലച്ചിത്ര താരമായ ഇന്ദ്രൻസ് ആണ്. ഓക്കെ, 2025 ഭരത് ഗോപി പുരസ്കാരത്തിന് അർഹനായത് ചലച്ചിത്ര താരമായ ഇന്ദ്രൻസ് ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഈ വർഷത്തെ മാർ ഗ്രിഗോറിയസ് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഇൻഫോസിസ് സഹസ്ഥാപകനും വൈസ് ചെയർമാനുമായ ക്രിസ് ഗോപാലകൃഷ്ണനാണ്. ഓക്കെ, ഈ വർഷത്തെ മാർ ഗ്രിഗോറിയസ് പുരസ്കാരത്തിന് അർഹനായത്
ആരാണ്? ഇൻഫോസിസ് സഹസ്ഥാപകനും വൈസ് ചെയർമാനുമായ ക്രിസ് ഗോപാലകൃഷ്ണനാണ്. തിരുവനന്തപുരത്തെ മാർ ഇവാനിയോസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അമിക്കോസ് ആണ് ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയത്. 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, MK സാനു ഗുരുപ്രസാദ് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? NS മാധവൻ. MK സാനു ഗുരുപ്രസാദ് പുരസ്കാരത്തിന് അർഹനായത് NS മാധവനാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, സംസ്ഥാന സർക്കാരിൻ്റെ 2023 കലാപുരസ്കാരങ്ങൾക്ക് അർഹരായത് ആരൊക്കെയാണ്? ചെണ്ട കലാകാരന്മാരായ കുറൂർ വാസുദേവൻ നമ്പൂതിരി, മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, അതുപോലെ മദ്ദളം കലാകാരനായ കലാമണ്ഡലം ശങ്കരവാര്യർ, കൂടിയാട്ടം കലാകാരിയായ കലാമണ്ഡലം PN ഗിരിജാദേവി എന്നിവരാണ്. ഓക്കെ, സംസ്ഥാന സർക്കാരിൻ്റെ 2023 കലാപുരസ്കാരങ്ങൾക്ക് അർഹരായത് ചെണ്ട കലാകാരന്മാരായ കുറൂർ വാസുദേവൻ നമ്പൂതിരി, മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, മദ്ദളം കലാകാരനായ കലാമണ്ഡലം ശങ്കരവാര്യർ, കൂടിയാട്ടം കലാകാരിയായ കലാമണ്ഡലം PN ഗിരിജാദേവി എന്നിവരാണ്. ഓക്കെ, ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ പോലീസ് സ്റ്റേഷൻ ഏതാണ്? ആലപ്പുഴ ജില്ലയിലെ ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷനാണ്. ഓക്കെ, ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ പോലീസ് സ്റ്റേഷനാണ് ആലപ്പുഴ ജില്ലയിലെ ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. നെക്സ്റ്റ്, രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? കോയമ്പത്തൂരിലെ ആനമല കടുവ സങ്കേതത്തിലാണ്. ഓക്കെ, ഓർത്തുവെക്കുക. രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്നത് കോയമ്പത്തൂരിലെ ആനമല കടുവ സങ്കേതത്തിലാണെന്ന് ഓർക്കുക. നെക്സ്റ്റ്, അടുത്തിടെ അരുണാചൽ പ്രദേശിലെ നന്ദഫ നാഷണൽ പാർക്കിൽ നിന്നും കണ്ടെത്തിയ നീല അസ്ഥികളും പച്ച രക്തവും ഉള്ള തവള ഏതാണ്? പട്കായ് പച്ചമരത്തവള. ഓക്കെ, അടുത്തിടെ അരുണാചൽ പ്രദേശിലെ നന്ദഫ നാഷണൽ പാർക്കിൽ നിന്നും കണ്ടെത്തിയ നീല അസ്ഥികളും പച്ച രക്തവും ഉള്ള തവള ഏതാണ്? പട്കായ് പച്ചമരത്തവള. നെക്സ്റ്റ്, ആഴക്കടൽ ഡൈവിങ്ങിനും രക്ഷാപ്രവർത്തനത്തിനും ഉപകരിക്കുന്ന ആദ്യ തദ്ദേശീയ നിർമ്മിത യുദ്ധക്കപ്പൽ ഏതാണ്? INS നിസ്താർ. ഓക്കെ, ആഴക്കടൽ ഡൈവിങ്ങിനും രക്ഷാപ്രവർത്തനത്തിനും ഉപകരിക്കുന്ന ആദ്യ തദ്ദേശീയ നിർമ്മിത യുദ്ധക്കപ്പലാണ് INS നിസ്താർ. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേഡ് പാലം ഏതാണ്? കർണാടകയിലെ സിഗന്തൂർ പാലമാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേഡ് പാലമാണ് കർണാടകയിലെ സിഗന്തൂർ പാലം. അപ്പോൾ ഒന്നാമത്തെ, അതായത് ഏറ്റവും നീളം കൂടിയ ഒന്നാമത്തെ കേബിൾ സ്റ്റേഡ് പാലം ഏതാണ്? ഗുജറാത്തിലെ സുദർശൻ സേതു പാലമാണെന്ന് കൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേഡ് പാലമാണ് ഗുജറാത്തിലെ സുദർശൻ സേതു പാലം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേഡ് പാലമാണ് സിഗന്തൂർ പാലം. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകയിലാണെന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ്, വനിതാ ചെസ് ലോകകപ്പ് സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? ദിവ്യ ദേശ്മുഖ്. ഓക്കെ, വനിതാ ചെസ് ലോകകപ്പ് സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന നേട്ടം സ്വന്തമാക്കിയത് ദിവ്യ ദേശ്മുഖ് ആണെന്ന് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, ബഹിരാകാശത്ത് എത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം കൈവരിക്കാൻ ഒരുങ്ങുന്നത് ആരാണ്? ഡോക്ടർ അനിൽ മേനോനാണ്. ഓക്കെ, ബഹിരാകാശത്ത് എത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം കൈവരിക്കാൻ ഒരുങ്ങുന്നത് ഡോക്ടർ അനിൽ മേനോനാണ്. നാസയുടെ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ അനിൽ മേനോൻ. 2026 റഷ്യയുടെ സോയൂസ് MS-29 എന്ന പേടകത്തിലാണ് അദ്ദേഹം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോവാനായിട്ട് ഒരുങ്ങുന്നത്. ഓക്കെ, ബഹിരാകാശത്ത് എത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം കൈവരിക്കാൻ ഒരുങ്ങുന്നത് ആരാണ്? നാസയുടെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ അനിൽ മേനോനാണ്. 2026 റഷ്യയുടെ സോയൂസ് MS-29 എന്ന പേടകത്തിലാണ് അദ്ദേഹം ബഹിരാകാശ നിലയത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം സ്ഥാപിതമാകുന്ന ക്ഷേത്രം ഏതാണ്? കണ്ണൂർ ജില്ലയിലെ രാജരാജേശ്വര ക്ഷേത്രമാണ്. ഓക്കെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം സ്ഥാപിതമാകുന്ന ക്ഷേത്രമാണ് കണ്ണൂർ ജില്ലയിലെ രാജരാജേശ്വര ക്ഷേത്രം. നെക്സ്റ്റ്, ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ജേതാക്കൾക്ക് ലഭിക്കുന്ന ട്രോഫിയുടെ പുതിയ പേര് എന്താണ്? ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി. ഓക്കെ, ഓർത്ത് വയ്ക്കുക. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ജേതാക്കൾക്ക് ലഭിക്കുന്ന ട്രോഫിയുടെ പുതിയ പേരാണ് ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി. ഇംഗ്ലണ്ട് താരമായ ജെയിംസ് ആൻഡേഴ്സണോടും ഇന്ത്യൻ താരമായ സച്ചിൻ ടെണ്ടുൽക്കറിനോടുമുള്ള ആദരസൂചകമായിട്ടാണ് ഈ ഒരു ട്രോഫിക്ക് ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി എന്ന പേര് നൽകിയിരിക്കുന്നത്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ജേതാക്കൾക്ക് ലഭിക്കുന്ന ട്രോഫിയുടെ പുതിയ പേരെന്താണ്? ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി. അപ്പോൾ ഈ ട്രോഫിയുടെ പഴയ പേരെന്തായിരുന്നു?
പട്ടൗഡി ട്രോഫി എന്നായിരുന്നു. ഓക്കെ, പഴയ പേര് പട്ടൗഡി ട്രോഫി, പുതിയ പേര് ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി. ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 യുവ സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ മലയാള കൃതി ഏതാണ്? റാം കെയർ ഓഫ് ആനന്ദി. റാം കെയർ ഓഫ് ആനന്ദി രചിച്ചിരിക്കുന്നത് അഖിൽ പി ധർമ്മജനാണെന്ന് കൂടി ഓർത്തു വയ്ക്കുക. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 യുവ സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ മലയാള കൃതിയാണ് റാം കെയർ ഓഫ് ആനന്ദി. ഈ ഒരു കൃതി രചിച്ചിരിക്കുന്നത് ആരാണ്? അഖിൽ പി ധർമ്മജനാണെന്ന് കൂടി ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ജ്യോതി പദ്ധതി. ഓർത്തു വയ്ക്കുക. കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജ്യോതി പദ്ധതി. ഇടയ്ക്കിടെയുള്ള സ്ഥലമാറ്റം കാരണം ഔപചാരിക വിദ്യാഭ്യാസം ലഭിക്കാതെ പോകുന്ന കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികളെ അംഗൻവാടികളിലും പൊതുവിദ്യാലയങ്ങളിലും ചേർത്ത് പഠിപ്പിക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജ്യോതി പദ്ധതി എന്ന് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, കേരളത്തിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ സർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച വെബ് പോർട്ടൽ ഏതാണ്? എൻ്റെ ഭൂമി. ഓക്കെ, കേരളത്തിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ സർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച വെബ് പോർട്ടലാണ് എൻ്റെ ഭൂമി. ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുക എന്നതാണ് ഈ ഒരു വെബ് പോർട്ടലിൻ്റെ പ്രധാന ലക്ഷ്യം. ഓക്കെ, കേരളത്തിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ സർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച വെബ് പോർട്ടലാണ് എൻ്റെ ഭൂമി. ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുക എന്നതാണ് ഈ ഒരു വെബ് പോർട്ടലിൻ്റെ ലക്ഷ്യം എന്നുകൂടി ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, അടുത്തിടെ ഫ്രഞ്ച് ശാസ്ത്രജ്ഞർ കരീബിയൻ ദ്വീപായ ഗ്വാഡലൂപ്പിൽ 68 വയസ്സുകാരിയിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പ് ഏതാണ്? ഗ്വാഡ നെഗറ്റീവ്. അടുത്തിടെ ഫ്രഞ്ച് ശാസ്ത്രജ്ഞർ കരീബിയൻ ദ്വീപായ ഗ്വാഡലൂപ്പിൽ 68 വയസ്സുകാരിയിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പാണ് ഗ്വാഡ നെഗറ്റീവ്. ലോകത്ത് ഒരാൾക്ക് മാത്രമാണ് ഇതുവരെ ഈ ഒരു രക്തഗ്രൂപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പ് EMM നെഗറ്റീവ് സിസ്റ്റത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഓർത്തു വെക്കുക. ഈ ഒരു രക്തഗ്രൂപ്പ് EMM നെഗറ്റീവ് സിസ്റ്റത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി എന്താണ് ഈ EMM? മിക്കവാറും എല്ലാ വ്യക്തികളുടെയും ചുവന്ന രക്താണുക്കളിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു ഉയർന്ന ഫ്രീക്വൻസി ആൻറ്റിജനാണ് EMM. എന്നാൽ ഈ സ്ത്രീയുടെ രക്തത്തിൽ EMM ഒട്ടും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു രക്തഗ്രൂപ്പ് EMM നെഗറ്റീവ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് ഏതാണ്? തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്കാണ് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. നെക്സ്റ്റ്, പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഗോത്രജീവിക. ഓക്കെ, ഓർത്തു വയ്ക്കുക. പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഗോത്രജീവിക. നെക്സ്റ്റ്, സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് ഗോത്ര പരിജ്ഞാനം പര്യവേഷണം ചെയ്യുന്നതിനായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഗോത്രബേരി. ഓക്കെ, സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് ഗോത്ര പരിജ്ഞാനം പര്യവേഷണം ചെയ്യുന്നതിനായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഗോത്രബേരി. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ തെരുവ് വിളക്ക് പഞ്ചായത്ത് ഏതാണ്? തൃശ്ശൂർ ജില്ലയിലെ പാറളം ഗ്രാമപഞ്ചായത്താണ്. ഓക്കെ, ഓർത്തു വയ്ക്കുക. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ തെരുവ് വിളക്ക് പഞ്ചായത്താണ് തൃശ്ശൂർ ജില്ലയിലെ പാറളം ഗ്രാമപഞ്ചായത്ത്. നെക്സ്റ്റ്, ബംഗളൂരുവിലെ ചാണക്യ സർവകലാശാലയുടെ ചാൻസലറായി നിയമിതനായ ISROയുടെ മുൻ ചെയർമാൻ ആരാണ്? S. സോമനാഥ്. ബംഗളൂരുവിലെ ചാണക്യ സർവകലാശാലയുടെ ചാൻസലറായി നിയമിതനായ ISROയുടെ മുൻ ചെയർമാനാണ് S. സോമനാഥ്. നെക്സ്റ്റ്, മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയാൻ 2025 ജൂണിൽ പുറത്തിറക്കിയ ആപ്പ് ഏതാണ്? കോർട്ട് ക്ലിക്ക്. മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയാൻ 2025 ജൂണിൽ പുറത്തിറക്കിയ ആപ്പാണ് കോർട്ട് ക്ലിക്ക്. വയോജനങ്ങൾ, വിദേശത്ത് താമസിക്കുന്നവർ, നിയമ സംവിധാനങ്ങളെക്കുറിച്ച് വേണ്ടത്ര അവബോധമില്ലാത്തവർ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് കോടതിയിലുള്ള തങ്ങളുടെ കേസുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്നതാണ് കോർട്ട് ക്ലിക്ക് എന്ന ആപ്പിൻ്റെ ലക്ഷ്യം. ഓക്കെ, ഓർത്തു വയ്ക്കുക. മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയാൻ 2025 ജൂണിൽ പുറത്തിറക്കിയ ആപ്പാണ് കോർട്ട് ക്ലിക്ക്. വയോജനങ്ങൾ, വിദേശത്ത് താമസിക്കുന്നവർ, നിയമ സംവിധാനങ്ങളെക്കുറിച്ച് വേണ്ടത്ര അവബോധമില്ലാത്തവർ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് കോടതിയിലുള്ള തങ്ങളുടെ കേസുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്നതാണ് ഈ ഒരു ആപ്പിൻ്റെ ലക്ഷ്യം. ഓക്കെ,
നെക്സ്റ്റ് 2025 ലോക പരിസ്ഥിതി ദിനത്തിൽ വിത്തൂട്ട് എന്ന നൂതന വനവൽക്കരണ പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. 2025 ലോക പരിസ്ഥിതി ദിനത്തിൽ വിത്തൂട്ട് എന്ന നൂതന വനവൽക്കരണ പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. നെക്സ്റ്റ്, കടൽ നിരപ്പ് ഉയരും തോറും മുങ്ങിക്കൊണ്ടിരിക്കുന്ന പസഫിക് ദ്വീപ് രാജ്യം ഏതാണ്? ടുവാലു. ഓർത്തുവെക്കുക, കടൽ നിരപ്പ് ഉയരും തോറും മുങ്ങിക്കൊണ്ടിരിക്കുന്ന പസഫിക് ദ്വീപ് രാജ്യമാണ് ടുവാലു. നെക്സ്റ്റ്, ചൈനയ്ക്കും US-നും ശേഷം ലോകത്തിലെ 3ാമത്തെ വലിയ മെട്രോ ശൃംഖലയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഓക്കെ, ചൈനയ്ക്കും US-നും ശേഷം ലോകത്തിലെ 3ാമത്തെ വലിയ മെട്രോ ശൃംഖലയുള്ള രാജ്യമാണ് ഇന്ത്യ. നെക്സ്റ്റ്, കേരളത്തിൽ ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിലെ അമിത നിരക്കും മറിച്ചു വിൽപ്പനയും തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതി ഏതാണ്? സുജലം സുലഭം പദ്ധതി. ഓക്കെ, സുജലം സുലഭം പദ്ധതി. കേരളത്തിൽ ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിലെ അമിത നിരക്കും മറിച്ചു വിൽപ്പനയും തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണ് സുജലം സുലഭം പദ്ധതി. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ അധിഷ്ഠിത വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ബീഹാർ. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ അധിഷ്ഠിത വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ബീഹാർ. നെക്സ്റ്റ്, ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുന്ന ആദ്യത്തെ കാഴ്ചാ പരിമിതിയുള്ള അഭിഭാഷക ആരാണ്? അഞ്ചൽ ബദേജ. ഓക്കെ, ഓർത്തുവെക്കുക, ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുന്ന ആദ്യത്തെ കാഴ്ചാ പരിമിതിയുള്ള അഭിഭാഷകയാണ് അഞ്ചൽ ബദേജ. നെക്സ്റ്റ്, അടുത്തിടെ അന്തരിച്ച കേരള മുൻ മുഖ്യമന്ത്രി ആരാണ്? VS അച്യുതാനന്ദൻ. അടുത്തിടെ അന്തരിച്ച കേരള മുൻ മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. 2025 ജൂലൈ 21 അദ്ദേഹം അന്തരിച്ചത് എന്നുകൂടി ഓർത്തുവെക്കുക. ഓക്കെ, അടുത്തിടെ അന്തരിച്ച കേരള മുൻ മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. 2025 ജൂലൈ 21 അദ്ദേഹം അന്തരിച്ചത് എന്ന് ഓർക്കുക. നെക്സ്റ്റ്, അടുത്തിടെ അന്തരിച്ച വനമുനി എന്ന് വിളിക്കുന്ന പ്രശസ്ത വന്യജീവി സംരക്ഷകനും എഴുത്തുകാരനുമായ വ്യക്തി ആരാണ്? മാരുതി ചിറ്റംപള്ളി. ഓക്കെ, അടുത്തിടെ അന്തരിച്ച വനമുനി എന്ന് വിളിക്കുന്ന പ്രശസ്ത വന്യജീവി സംരക്ഷകനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് മാരുതി ചിറ്റംപള്ളി. നെക്സ്റ്റ്, 2025 ജൂലൈയിൽ അന്തരിച്ച സാമ്പത്തിക വിദഗ്ധനും എഴുത്തുകാരനുമായ വ്യക്തി ആരാണ്? മേഘനാഥ് ദേശായി. മേഘനാഥ് ദേശായി. 2025 ജൂലൈയിൽ അന്തരിച്ച സാമ്പത്തിക വിദഗ്ധനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് മേഘനാഥ് ദേശായി.